നിങ്ങൾ കേരളത്തിന്റെ ബജറ്റ് കേരളത്തിൽ അവതരിപ്പിച്ചില്ലേ? തൃശ്ശൂർക്കാരനാ ഗോപാലകൃഷ്ണൻ. കേരളത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചപ്പോ തൃശ്ശൂരിന് എന്ത് കിട്ടി എന്ന് ചോദിച്ച മാങ്ങാത്തൊലിയാ കിട്ടിയത്. വയനാടിന് എന്ത് കിട്ടി? കണ്ണൂരിന് എന്ത് കിട്ടി? കാസർഗോഡിന് എന്ത് കിട്ടി? ചർച്ചയുണ്ടായില്ലല്ലോ. ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ ബജറ്റാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെയാണ് മിസ്റ്റർ അഭിലാഷ് അത് കൊടുക്കുന്നത്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 75 വിമാനത്താവളമാണ് ഇന്ത്യയിൽ. ഇന്ന് 150 വിമാനത്താവളമാണ്. ആ 75 വിമാനത്താവളവും ബജറ്റിൽ പറഞ്ഞിട്ടല്ല വന്നിട്ടുള്ളത്. കേരളത്തിൽ കഴിഞ്ഞ ബജറ്റ് ഉണ്ടായിരുന്നല്ലോ. ആ കഴിഞ്ഞ ബജറ്റിന് ശേഷം കേരളത്തിൽ എത്ര പുതിയ വന്ദേ ഭാരതും അതുപോലെ ഇപ്പോൾ സാധാരണക്കാരന് വന്ദേ ഭാരതിൽ പണക്കാർ കൂടുതൽ പൈസയാണെന്ന് പറഞ്ഞപ്പോൾ പാവങ്ങൾക്ക് വേണ്ടി ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് വന്നപ്പോൾ വന്ദേ ഭാരത് അതിന്റെ ന്യൂ ജനറേഷൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തില്ലേ? എന്റെ 5 വർഷത്തിന്റെ ഉള്ളിൽ കേരളത്തിൽ എയിംസ് വന്നില്ലെങ്കിൽ ഞാൻ സുരേഷ് ഗോപി ഇനി തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരില്ല എന്ന് പറഞ്ഞതും സുരേഷ് ഗോപിയാണ്. അതുകൊണ്ട് എയിംസ് വന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പരിഭവമെങ്കിൽ ഈ രണ്ട് കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയുന്നു. എയിംസിന്റെ കാര്യം ഈ ചർച്ചയിൽ അതായത് ഈ ബജറ്റിൽ ഒരു സംസ്ഥാനത്തിനും എയിംസിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. ഒരു സംസ്ഥാനത്തിന്റെയും പേരെടുത്ത് ഒരു തരത്തിലുള്ള സാധനത്തിന്റെ കാര്യവും പറഞ്ഞിട്ടില്ല. ഒരു സംസ്ഥാനത്തോടും സംസ്ഥാനത്തിന്റെ പേരിൽ ഇന്നത് വരും എന്ന് പറഞ്ഞിട്ടില്ല. എന്റെ പൊന്നു ചങ്ങാതി, ഇത് ഇന്ത്യയുടെ ബജറ്റാണ്. ഇന്ത്യയുടെ ബജറ്റിൽ നിങ്ങൾ എല്ലാ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട